ലിന്നാസി ഹമ്മുൻ വലി ഹമ്മാനി ബൈനഹുമു ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തമന്നാ കിതാബല്ലാഹി അവ്വല ലൈലത്തി വആഖിറുഹാ ലാഖാഹി ഇമാമുൽ മഖാദിരി. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ വാളിനിരയായി ഷഹീദായി. ഇതും എനിക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു. മറ്റൊരു കാര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ മുത്തുനബിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് വിശപ്പ് വന്നു, കഴിക്കാനൊന്നുമില്ല. മുത്തുനബി ചോദിച്ചു, അബൂ ഹുറൈറ നിന്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ? അബൂ ഹുറൈറ പറഞ്ഞു, ഒരു വട്ടിയുണ്ട്, അതിലല്പം ഈത്തപ്പഴമുണ്ട്, പക്ഷേ കുറെ മെമ്പർമാര് ഭക്ഷണം കഴിക്കാനുണ്ട്. അബൂ ഹുറൈറ തങ്ങളോട് മുത്തുനബി പറയുന്നു, ജി ബിഹി, ആ വട്ടിയൊന്ന് കൊണ്ടുവരൂ അബൂ ഹുറൈറ, അല്പം ഈത്തപ്പഴം മാത്രമാണുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വട്ടി കൊണ്ടുപോയി കൊടുത്തപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെയുണ്ടായിരുന്ന 10 ആളുകൾ ആദ്യം വിളിച്ചിട്ട് ആ സഞ്ചിയിലേക്ക് അങ്ങ് കൈയിട്ടു. എല്ലാവർക്കും ഈത്തപ്പഴം വാരിക്കോരി നൽകുകയാണ്. ഈ 10 പേര് കഴിഞ്ഞപ്പോൾ പിന്നെയും 10 പേര് ഇമാം ബൈഹഖി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ കൂടെയുള്ള സർവാളുകളും വട്ടിയിൽ നിന്ന് ഈത്തപ്പഴം കഴിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി ഈ വട്ടിയിലേക്ക് നീ ഒന്നും നിക്ഷേപിക്കേണ്ടതില്ല, എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പം അങ്ങനെ എടുത്താൽ മതിയായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ജീവിതകാലം മുഴുവനും സിദ്ദീഖ് തങ്ങളുടെ കാലത്തും ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്തും ഞാൻ ഇങ്ങനെ കഴിയണം, ഈത്തപ്പ എങ്ങനെ വരും, ഞാനതെങ്ങനെ കഴിക്കുന്നു. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയം, ഷഹീദായ സമയത്ത് മുസീബത്ത് വന്നപ്പോൾ എന്റെ ആ വട്ടി നഷ്ടപ്പെട്ടു. ലിന്നാസി ഹമ്മുൻ വലി ഹമ്മാനി ബൈനഹുമു ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖ് ഉസ്മാനി. എല്ലാവർക്കും ഒരു ടെൻഷനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഷഹീദായ ടെൻഷനാണ്, എന്നാൽ എനിക്ക് 2 ടെൻഷനാണ്. ഒന്ന്, എന്റെ ആ വട്ടി നഷ്ടപ്പെട്ടു പോയി.